എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് പള്ളിയിൽ മണികൂട്ടുന്നുണ്ടല്ലോ, പള്ളിയിൽ കുർബാനയുണ്ട്. പെരുന്നാളാണെങ്കിൽ മാതാവിൻ്റെ പെരുന്നാളും കൂടി ആയതുകൊണ്ട് നറോണോ അന്ന് മാതാവിൻ്റെ പെരുന്നാളും കൂടി ആയതുകൊണ്ട് പള്ളിയിൽ കുർബാന ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇരിക്കാൻ കുർബാനത ബെല്ലടിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടിപ്പുറത്ത് അംഗനവാടി ഉണ്ട്. അപ്പോൾ അംഗനവാടി ഉള്ളതുകൊണ്ട് അവിടെ കൊടി ഉയർത്തലും കാര്യങ്ങളുണ്ട്. അവിടെ ഉണ്ട് 9:30 തോന്നുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും പോകണം. ഇവിടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ടീച്ചർമാർ വന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ മെയിനായിട്ട് ഞാൻ ചിലടേന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വുമണായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കുന്നത് എല്ലാവരും കൊടി ഉയർത്തുന്നതും കൊടി ഉയർത്തുന്നതും പിന്നെ അതേപോലെ തന്നെ അവരെല്ലാവരും കൂടെ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും എടുക്കും. അപ്പോൾ അവിടെ നമ്മുടെ ട്രീസ ചേച്ചി അവിടെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ബാക്കിലത്തെ ട്രീസ ചേച്ചി അല്ല, ഫ്രണ്ടിലും ട്രീസ ചേച്ചി തന്നെയാണ്. ട്രീസ ചേച്ചി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും വാതിൽ ചായ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വാതിലടച്ചിട്ട് ഞാനൊന്ന് ഇറങ്ങട്ടെ, ചെല്ലട്ടെ. അപ്പോൾ റോണോനെ ഇവിടെ അഴിച്ചിട്ടേക്കണോണ്ടേ ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ ഈ തീപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ നമ്മൾ പേടിപ്പിക്കില്ല. ഇന്നത് അതേപോലെ തന്നെയാണ് പേടിയുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ മുറ്റത്തോട്ടൊന്നുമില്ല. അതേപോലെ തന്നെ പേടിയുള്ള സാധനം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ അനുകൂലം. അവന് ഭയങ്കര തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്, പടക്കപ്പൊട്ടികളോട് പേടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റോണോനെ അതേ പണി. അപ്പോൾ നമുക്ക് എന്തായാലും ചെല്ലാം. ട്രീസ് അവിടെ പോകുന്നുണ്ട്, ട്രീസ് ഞങ്ങൾ കൊണ്ട് നമുക്ക് ചെല്ലട്ടാ. ഞാനപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്. റോണോ ഇവിടെ വാദിക്കുന്നുണ്ട്. ഇപ്പോൾ റോണോ ഓർഡർ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഞാൻ ഗേറ്റ് തുറന്നിട്ട് ഞാൻ പോകണമെന്നുള്ളത് കാണിച്ചു തരാവേ. എടാ കുടിക്കുടി എടാ ഓടുന്ന പേടി തുറന്ന്. അപ്പോൾ ഞാൻ അതേ പോട്ടെ. അതേ വന്നി ഞാൻ ബ്ലോഗ് എടുക്കണേ. അപ്പോൾ കഴിച്ചപ്പോൾ പോണേ കേട്ടാ. റോഡ് നോക്കി ഗേറ്റ് തുറക്കാൻ എനിക്ക് സമ്മതിക്കില്ല. അവൻ ഓടി വന്ന് അവൻ ആദ്യം ഇറങ്ങണം കണ്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഗേറ്റൊക്കെ തുറന്ന് തീപ്പറ്റി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ അവൻ വരും. നോക്കി വെക്കണം ഗേറ്റ് തുറക്കോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടാ. പൊടിക്ക് കേട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ അംഗൻവാടിയിലോട്ട്. ഞാൻ പോണത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ടാറ്റാ റോണോ, ടാറ്റ. ഞാൻ പോകണം അംഗൻവാടിയിൽ. ഞാൻ അംഗൻവാടി പോടാ. ടാറ്റ റോണോ ടാറ്റ. പിന്നെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഓരോരുത്തർ വന്നിട്ട് കൊടിയേർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതല്ലേ, പള്ളിയിലത്തെ കഴിഞ്ഞാണെന്നറിയില്ല. അപ്പോൾ എവിടെയാണ് നമ്മുടെ അംഗൻവാടിയുടെ നമ്മുടെ വീട് ഇത്, അംഗൻവാടി ഇത്. അപ്പോൾ എന്തായാലും അംഗൻവാടിയിലോട്ട് വരട്ടെ. അവിടെ ട്രീസ് എല്ലാവരും ഉണ്ട്. ഇതേ പറഞ്ഞൂടെ? അതെ പിള്ളേരൊക്കെ കൊടിയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് പോകണേ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ടീച്ചർമാരും എല്ലാവരും ഇരിപ്പുണ്ട്. നമ്മുടെ ട്രീസ് ചേച്ചി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഫ്ലാഗ് ഉയർത്താനുള്ള തയ്യാറെടുപ്പിലുണ്ടാവും. കുട്ടികളൊക്കെ ഇവിടെ അധികം പിള്ളേരില്ല, കുറച്ച് കുട്ടികളുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണേന്ന് ഫ്ലാഗ് ഉയർത്താൻ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ വന്ന് നിൽപ്പുണ്ട്. അംഗൻവാടിയിലെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മിഠായി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മിഠായി അതുപോലെ മേരിമൊക്കെ അങ്ങനെ പിടിക്കുന്നില്ല. ഞാൻ വീട്ടിലുണ്ട്. കുറച്ചുണ്ട്. ഇവിടെ പിള്ളേർ ഭയങ്കര തീരെ കുറവാണ്. പക്ഷേ പിള്ളേരെ കൂടുതലും ഞങ്ങൾ കിട്ടും അല്ലേ, പിള്ളേരെ കൂടുതൽ എല്ലാ പിള്ളേരും തരില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അപ്പോൾ ഇവിടെ ഒരാൾ നോക്കുന്നുണ്ട്. അപ്പോൾ ട്രീസ് ചേച്ചി അവിടെ ഫോട്ടോ ട്രീസ് ചേച്ചി ക്യാമറ ആയിട്ട് നോക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ബ്ലോഗ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ മാറിയത്. ബാക്കിയുള്ള എല്ലാവരും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നു. കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ അതെ വന്നോളൂ. അംഗൻവാടിൻ്റെ പിള്ളേരൊക്കെ വന്നോളൂ. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലോട്ട് കൊണ്ട് അയച്ചാൽ കിടക്കുന്ന വിചാരിച്ചിരിക്കണം. അതെ അതെ പിള്ളേരുടെ കരച്ചില്. പിള്ളേർ പറയണത് ഞങ്ങൾ ഇവിടെ ഇരിക്കൂല, ഞങ്ങൾ പോണേ. പിള്ളേർക്ക് പരിചയമില്ലല്ലോ, പിള്ളേർക്ക് മടി പറ്റി. അതായത് അംഗൻവാടി വരാത്ത പിള്ളേർക്ക് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറേ പിള്ളേരുണ്ടാവും. ഇപ്പോൾ പിള്ളേർ ഭയങ്കര കുറവ്. പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. വന്നപ്പോഴത്തേക്ക് റോണോ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. റോണോന് നമുക്ക് ഇതിനൊരു മിഠായി നമുക്ക് റോണോന് കൊടുക്കണ്ടേ? റോണോന് മിഠായി വേണോ? റോണോ മിഠായി വേണോ? ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ കയ്യിലോട്ട്. അതായത് പേടിച്ചിരിക്കണിട്ട് ആൾ പിന്നെ എപ്പോഴും കാവലിങ്ങനെ ഇരുന്നോളും. അപ്പോൾ അതെ ഇവിടെ ഇരിപ്പുണ്ട് ആൾ. എന്താണ് മിഠായി മെത്തേറരുത്. വെള്ള കളറാ, മെത്തേറാൻ പാടില്ല. അഴുക്കാവും. എൻ്റെ ഡ്രസ്സിലേക്ക് കൂടാ മാറി റോണോ. ഉറക്കത്തിലാണ് കേട്ടോ. ഇതുണ്ടല്ലേ കിടം കണ്ണുറക്കണം. ഉറക്കത്തിൽ എന്ന് പറഞ്ഞപ്പോൾ കണ്ണുറക്കോ? എനിക്ക് വാ ഭക്ഷണം കഴിക്കാം. ഞാൻ കൊടിയേക്ക് ഉയർത്തി. ഞാനാണ് കൊടി ഉയർത്തിച്ചാൽ മതി. ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ കൊടി ഉയർത്തിപ്പിച്ചാൽ മതി. എനിക്ക് കമോൺ ഭക്ഷണം കഴിക്കാം. പല്ലൊക്കെ തേച്ച് സുന്ദരനായി രാവിലത്തെ കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങണ മനുഷ്യനാണ് ഈ കാണുന്നത്. അല്ലേ
ആ എന്നാൽ വേഗം വേണ്ടിട്ട് വാ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇച്ചായി അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇച്ചായി മുട്ട ബുൾസ അടിക്കാൻ കൊണ്ടുപോയി. ബുൾസ അടിക്കുന്നുണ്ട്. പാനിലിട്ടാണ്ട് ചെയ്യണത്. അതാകുമ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇട്ട് പോകും. അതെ റോണന് യെല്ലോ കളറുള്ള ഉണ്ണി മാറ്റി ടൈം ഉണ്ടല്ലോ. അപ്പം അതനുസരിച്ച് അങ്ങനെ പോകണം. എനിക്കുള്ള ചമ്മന്തി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേ ചമ്മന്തിൻ്റെ ഞാൻ എനിക്ക് ഇഡലിയാണ്. ഇന്നലെ ഉണ്ടായിരുന്ന ഇഡലിയാണ്. അതിൻ്റെ ബാക്കിയുള്ളതാണ്. വെറുതെ കളയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ചായക്ക് ഒരു ഏത്തപ്പഴം പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ പുളിസേ ഇതാണ് പ്രോട്ടീനൊക്കെ എന്തോരം വേണം അറിയണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അത് ചില പേഴ്സണലായിട്ട് ചൈന കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അതൊക്കെയാണ് സ്പെഷ്യൽ. അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങളുടെ ഇങ്ങനെയാണ്. വേറെ ഒന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല. അറിയാനൊന്നുമില്ല ഈ സംഭവം. അതെ മത്തിക്കറി ഇന്നലത്തെ മത്തിക്കറി ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് അച്ചിങ്ങയും ചെമ്മീനും കൂടി വെക്കണം. അതെ തിളപ്പിച്ചതല്ല കറി വെച്ചത്. തിളപ്പിക്കുന്നത് വേറെ കറി വെക്കുന്നത് വേറെ. അതെ പത്തേക്ക് ഭയങ്കര ഇഷ്ടം വലിച്ചു കയറി. ഇന്നലെ പിന്നെ അത് എണ്ണയെന്ന് പറയാൻ എണ്ണ കുറെ എണ്ണയെന്ന് പോലെ ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മറിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊക്കെയാണ് അത് വറുത്തെടുത്ത്. ചായ കഴിക്കണല്ലോ അത് എണ്ണ പാടില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പൊ അങ്ങനെ മീൻ വറുത്തെടുത്ത് പിന്നെ മീനും ചാളക്കറിയാണ് ഇന്നലെ കഴിച്ചത്. അപ്പൊ ഇപ്പൊ ഈ ചായ മറ്റേ ഇത് വാങ്ങുമ്പോന്ന് പറയുന്നത് മീൻ വാങ്ങുമ്പോന്ന് പറയുന്നത് ചായ പറയേ ഇത്ര എണ്ണം എനിക്ക് വറുത്തത് വേണം. കറി വെച്ചത് എനിക്ക് വേണമെന്നില്ല. അത് എനിക്ക് ഒരെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വറുത്തത് എനിക്ക് മസ്റ്റായിട്ട് കിട്ടണം. അത് എത്ര എണ്ണമൊന്നുമില്ല. അത് ആൾ കഴിച്ചു. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും മീൻ ചാളയൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും കൂടുതൽ വാങ്ങും. 1 കിലോന് മേലെ ആയാലും എപ്പോഴും വാങ്ങും. വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കറി വെക്കാൻ പീസുകളൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ചായക്ക് വറുത്ത മീനേ വേണ്ട. അതുകൊണ്ട് കറി മാത്രം വെച്ചാൽ മതി. അങ്ങനെ കറി വെക്കുമ്പോൾ നേരത്തെ എന്ന് പറയുന്നത് ഒരു മീൻ കഷ്ണം അത്രയൊക്കെ എടുക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കയറാനുള്ളത് കൊണ്ട് അല്ലേ. കയറാനുള്ളത് കൊണ്ട് മാത്രമല്ല ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെതായിട്ടുള്ള ശൈലിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ. ഒരു 4 മാസം 5 മാസം അടുത്തായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ആയിട്ടില്ല കേസ്. ഞാൻ പറഞ്ഞില്ല മസിൽ വെക്കാനോ ഇതിനൊന്നല്ല. ഒന്ന് ബോഡി പിന്നെ ശനി ഞായറൊക്കെ പറഞ്ഞാൽ നല്ല മാട്ടടിയാണ്. അവിടുത്തെ ശബ്ദം മൈക്ക് കൂടി വെക്കാത്തോടെ അവിടുത്തെ ശബ്ദം. അതെ ഓ അത്ര വെള്ളമൊടിയൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ അങ്ങനെ കഴിക്കാൻ തോന്നിയാൽ കഴിക്കും. ഞാനിപ്പോ അത്യാവശ്യം എത്ര കുടിച്ചാലും ഞാൻ ഇതിപ്പോ ഈ സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞു മറ്റുള്ളവരോ ഇങ്ങനെ ആടി പറഞ്ഞൊന്നും പോലും അതിപ്പോ ഒരു കുപ്പി അടിച്ചാൽ ശരി ഇത് തന്നെ. അത് നീന ചോദിക്കാറുണ്ട് അതെ. അത് പറഞ്ഞാൽ അധികം മനുഷ്യർ കുടിക്കുകയില്ല. അത് മിക്കവർക്കും കൂടെ കഴിക്കാൻ എല്ലാവർക്കും അറിയാം. അത് ഇപ്പോൾ ഒരു 3 or 4 ഇപ്പൊ 5 കഴിച്ചാലും മതി എന്ന് വെച്ചാൽ മതി. അവിടെ വെച്ച് നിർത്തും. അല്ലാതെ തീരണ വരെ എനിക്ക് കുടിച്ച് തീർക്കാൻ പറ്റും മതിയാവുമ്പോ നിർത്തും. അങ്ങനത്തെ ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ബ്ലോഗ് അങ്ങനെ എനിക്ക് എപ്പോഴും സംസാരിക്കും. രണ്ടൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു എനിക്ക് നല്ല മൊത്തം ചിലവരുണ്ട് കുടിച്ചോട്ടേയിരിക്കും. എനിക്ക് അങ്ങനെ കാണുന്നത് കളിപ്പം. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടിയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചപ്പോൾ ഇന്നത്തെ വ്ളോഗ് കാര്യങ്ങൾ ഇപ്പോൾ ചെറിയൊരു എനിക്ക് ഇങ്ങനെ തോന്നിയാലോ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി വന്ന വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അല്ലേ. ഞാൻ ടാറ്റ കൊടുത്തില്ല. എല്ലാവരും ഞാൻ മുഖം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഉറക്കം കഴിഞ്ഞിട്ടുള്ള ടാറ്റ. അതിന് ആദ്യത്തെ ടാറ്റ നീ തന്നില്ലല്ലോ. രണ്ടാമത്തെ ടാറ്റ എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ മുട്ടായിട്ട് വർത്താനം പറയാം. ഞാൻ ടാറ്റ അവർ വിശ്വസിച്ചോളൂ. അവർ ആദ്യം പോയി നോക്കുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി തരാം. ഇപ്പൊ ബ്ലോഗ് കാണുന്നവരെല്ലാവരും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും ശരിയാണ്. ഇനി മുതൽ ഞാൻ അങ്ങനത്തെ ട്രിക്കുകളൊക്കെ ഞാൻ പരീക്ഷിക്കാം. അല്ല അങ്ങനത്തെ ട്രിക്കുകളൊക്കെ പരീക്ഷിക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഞാൻ ആദ്യം തുടക്കമേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഓക്കെ ബൈ. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ.